നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ഇപ്പോൾ ഒപ്പമുള്ളത് കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ വൈസ് പ്രസിഡന്റും ആ സമരത്തിൽ പങ്കെടുത്ത് നിരവധിയാണ് മർദ്ദനത്തിന് വിധേയമാവുകയും ചെയ്ത ബി ഭദ്രനാണ്. നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വയ്ക്കുന്ന വിഷയം കരിമണൽ ഖനനവും അതുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്ത എന്നറിയപ്പെടുന്നതായിട്ടുള്ള CMRLൻ്റെ ഉടമയും അദ്ദേഹം കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈമാറിയിരിക്കുന്നതായിട്ടുള്ള കോഴപ്പണവും അതിനേക്കാളുപരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിക്ക് അദ്ദേഹം യാതൊരു ജോലിയും നൽകാതെ കൊടുത്ത പണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ മുറ്റി നിൽക്കുന്ന സമയത്താണ് കരിമണൽ ഖനനം എങ്ങനെ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ കുട്ടനാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ നല്ലറയെ തകർക്കും എന്ന് കണ്ട് മനുഷ്യസ്നേഹികളും പരിസ്ഥിതിസ്നേഹികളുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ. അതിൻ്റെ വൈസ് പ്രസിഡന്റാണ് നമ്മോട് ഇപ്പം ഉള്ളത്. സർ, യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്ത് തരത്തിലുള്ള പോരാട്ടമായിരുന്നു? ഈ കരിമണൽ ഖനന വിരുദ്ധ പോരാട്ടത്തിനൊരു വലിയ ചരിത്രം 1922 സത്യത്തിൽ കേരള തീരത്ത് ഖനനം ആരംഭിക്കുന്നത്. 1960കളിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ IREലും KMMലും ചവറ കേന്ദ്രീകരിച്ച് ഖനനം നടത്തുന്നു. ഇവരിപ്പോൾ പറയുന്നുണ്ട് വലിയ സാമ്പത്തിക നേട്ടമൊക്കെ നമ്മുടെ. അല്ല, പൊതുവെ പറയുന്നത് കേരളത്തിലെ വികസനത്തിനെ കൊടിപിടിക്കുന്ന മനുഷ്യരെല്ലാം പറയുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ തീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരിമണൽ കൊണ്ട് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഇൽമനൈറ്റ് മോണോസൈറ്റ് അടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അത് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താനും അത് ശുദ്ധീകരിച്ച് വിൽപ്പന നടത്താനും കഴിഞ്ഞാൽ കേരളം സമ്പന്നമായി തീരുന്നാണല്ലോ അവരെല്ലാം പറയണത്. അപ്പോ കർണാടകത്തിലെ കോലാർ ഖനി സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക്, നാട്ടുകാരന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാനത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ട്? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഇപ്പോൾ പന്ന എന്ന് പറയുന്ന സ്ഥലവും വജ്രം ഖനനം ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നാട്ടുകാരന് എന്താണ് ഗുണമുള്ളത്? ഇപ്പോൾ വലിയ പാരിസ്ഥിതിക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറീസയിലെ ക്യോഞ്ചാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിക്കോബാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ആദിവാസികളായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന, ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ഐൽസ്. അപ്പൊ ആ പ്രദേശം നഷ്ടപ്പെടുത്തിയിട്ട്, അവരുടെ അധിവാസ ഭൂമി നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ എന്ത് വികസനമാണ് കൊണ്ടുവരാൻ കഴിയുക? അല്ല, ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെട്ടാൽ ആദിവാസികൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതിൽ നിന്ന് വലിയ സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് കൊണ്ട് കുതിക്കുന്ന ഒരു ഇന്ത്യ സ്വപ്നം കാണുന്നതായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആദിവാസികൾ വളരെ കുറച്ച് ആളുകൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ എന്തിനാണ് പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തിനാണ് വലിയൊരു വികസന കുതിരുമ്പോൾ തടസ്സമിടണമെന്നല്ല അവർ ചോദിക്കുന്നത്. അവിടെ PSN സാർ ഉന്നയിക്കുന്ന വിഷയം വളരെ പ്രസക്തമായ വിഷയമാണ്. കാരണം മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകൾ പോകട്ടെ, അത്രേ ഉള്ളൂ. സമ്പന്നർക്കുള്ള ലോകം മതി എന്ന് കരുതുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത്. അല്ല, അതിന്റെ പൊളിറ്റിക്സ് അതാണ്. അത് വലിയ സമ്പന്നരുടെ ഒരു രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് 1922 മുതൽ നാളിതുവരെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്ന ചവറയുടെ തീരത്ത് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ ചവറ പ്രദേശത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് വികസനം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ 2013 മുതൽ തോട്ടപ്പള്ളിയിലെ
ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ നിന്നും, വലിയഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ നിന്നും കരിമണൽ ഖനനം നടത്തുന്നുണ്ട്. അത് ചവറ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഖനനം നടത്തി കരിമണൽ ഏതാണ്ട് തീരാറായ സമയത്താണല്ലോ തോട്ടപ്പള്ളിയിലേക്ക് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ തോട്ടപ്പള്ളി വരെ എത്തേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ തോട്ടപ്പള്ളിയിൽ എത്തുമ്പോൾ, തോട്ടപ്പള്ളിയിൽ ഖനനം നടത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടനാട് എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ നെല്ലറ സമ്പൂർണ്ണമായിട്ട് നശിച്ചു പോകും എന്ന് കണ്ടിട്ടാണ് സമരസമിതി രൂപപ്പെടുകയും അതിനെതിരെ വലിയ പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തത്. ഇതിനകത്ത് ഒരു രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഏജൻസി എന്ന നിലക്ക് CMRL പ്രവർത്തിക്കുമ്പോൾ ആ CMRL കോടിക്കണക്കിന് രൂപയാണ് കള്ളപ്പണമാക്കി മാറ്റുകയും അതിലാണ് നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ പെട്ടുപോയത്. എനിക്ക് തോന്നുന്നത് ഇതിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ച പല ആളുകൾക്കും ജീവഹാനി വരെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല സാറിൻ്റെയൊക്കെ തലയൊക്കെ തല്ലിപ്പൊളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. പോലീസ് മർദ്ദനം ഉണ്ടായി. അപ്പൊ അങ്ങനെ എത്ര ഭീകരമായ ഒരാളിനെ, ഒരു സമര സേനാനിയെ, 83-ാം ദിവസത്തെ സത്യഗ്രഹിയെ ആ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുണ്ട്. ഇതുവരെയായിട്ടും അതിന് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കെ സജീവൻ എന്ന് പറയുന്ന സമരസേനാനി CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ CPM-ൽ നിന്നുകൊണ്ട് തന്നെ ഈ സമരത്തിൽ വന്നതാണ്. പാർട്ടി മൊത്തത്തിൽ ഈ സമരത്തെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പോ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ സമരത്തോട് സഹകരിച്ച ആളാണ് ആര്? കെ സജീവൻ. അത് പല സ്ഥലത്തും സമരങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് CPM നിൽക്കുമ്പോൾ CPM-ൽ നിന്ന് മാറി നിന്നിട്ട് പലരും സമരത്തിൽ പങ്കെടുത്ത കാര്യമൊക്കെ നമുക്കറിയാം. വയൽക്കിളി സമരമൊക്കെ നമ്മൾ അതേപോലെ കണ്ടിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. ഇവിടെ സജീവൻ അങ്ങനെ പങ്കെടുക്കുകയും സജീവനെ കാണാതെ പോവുകയും ചെയ്തു. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും അതൊന്നൊരു വിഷയമല്ലേ ഇപ്പൊ ചർച്ച ചെയ്യുന്ന. എനിക്ക് ഇതിന്റെ ഈ സമരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ, ഈ 2013-14 ഈ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോ, 2013 മുതൽ 13-14 സാമ്പത്തിക വർഷം മുതൽ 2020-21 വരെയുള്ള കാലയളവിലെ ഈ ശശിധരൻ കർത്ത കൊടുത്തിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അധികരിച്ച ചെലവ് ഒരു 135 കോടി രൂപയുടെ ഒരു അധികരിച്ച ചെലവ് കണ്ടെത്തുകയുണ്ടായി. ആ അധികരിച്ച ചെലവ് എവിടെ, എങ്ങനെ എന്നുള്ളത് തെരഞ്ഞു പിടിച്ച് പോയപ്പോഴാണ് ഇത് റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡിലൂടെ ഇതിൻ്റെ CFO-യിൽ നിന്നും, ചീഫ് ഫിനാൻസ് ഓഫീസറുടെ മുറിയിൽ നിന്നും ഇതിൻ്റെ കടലാസുകൾ കിട്ടുകയുണ്ടായി. അത് ലൂസ് ഷീറ്റായിട്ട് ഒരു സൂട്ട് കേസിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കണക്കുകൾ സത്യത്തിൽ ഈ തുക അധികരിച്ച ചിലവാണ് എന്നുള്ളത് ഇൻകം ടാക്സ് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ആവർത്തിക്കപ്പെട്ട ചെലവുകൾ. അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡയറി കണ്ടെത്തിയെന്നാണ്. സാറ് പറയുന്നത് ലൂസ് ഷീറ്റ് ആയിരുന്നതോ? ഡയറിയാണ്, ലൂസ് ഷീറ്റാണ് ശരിക്കും അവിടെ? അതെനിക്കറിയില്ലല്ലോ, അത് നമ്മുടെ വിഷയമല്ലോ. ശശിധരൻ കർത്ത അദ്ദേഹം കൊടുക്കുന്ന പൈസയ്ക്ക് കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ 2 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഇത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് ആണ്. അതിന്റെ കവർ മാറ്റി, ആ മഞ്ഞ അതിന്റെ മുകളിലുള്ള ഒന്ന് മാറ്റി എന്നിട്ട് കാണിക്കാം. അപ്പൊ കുറച്ചും കൂടി ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് ആണ്. ഇതിനകത്താണ് ഈ കണക്കുകളുള്ളത്. പിന്നെ ഇപ്പൊ നമ്മളുടെ ഇതിനകത്ത് ഇത് വന്നിട്ടുണ്ട്, SFIയുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ കണക്കുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകളെല്ലാം കഴിഞ്ഞ ദിവസമൊക്കെ പല മാധ്യമങ്ങളിലും സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ അതിലാണ് ഈ OC എന്ന ഉമ്മൻചാണ്ടിയെ വാങ്ങിച്ചിരിക്കുന്നു, KK കുഞ്ഞാലിക്കുട്ടി വാങ്ങിച്ചിരിക്കുന്നു, PV പിണറായി വിജയൻ വാങ്ങിച്ചിരിക്കുന്നു, പിണറായി വിജയൻ നേരെ വാങ്ങിച്ചു, VD സതീശൻ വാങ്ങിച്ചിരിക്കുന്നു, ഹൈബി ഈഡൻ, ഗണേഷ് കുമാർ, അങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ആളുകളും തന്നെ അവിടെ നിന്ന് പണം വാങ്ങിച്ചതായിട്ട് ആ ഡയറിക്കകത്ത് പേര് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്.
അത് പിന്നെ ഈ CMRL കമ്പനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇവർക്കൊക്കെ ക്യാഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പണ ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നത്, ബാങ്ക് ഇടപാടുകളല്ല നടത്തിയിരിക്കുന്നത്, റെസീറ്റുകളൊന്നും വാങ്ങിച്ചിട്ടല്ല പണം കൊടുത്തിട്ടുള്ളത്. പല ആളുകളും നേരിട്ട് വന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ചില ആളുകൾ പ്രത്യേക ദൂതൻ മുഖാന്തരം പണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പണം വാങ്ങിച്ചിട്ടുള്ളവരിലുള്ള പല ആളുകളിലുള്ളതിൽ ഏതാനും ചില ആളുകളുടെ പേരാണ് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 8ാമത്തെ പേജിൽ ചുരുക്കപ്പേരായിട്ടും 9ാമത്തെ പേജിൽ പൂർണ്ണ രൂപത്തിലും ഉള്ള ചുരുക്കം ചില ആളുകളുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്, അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. ഇതേപോലുള്ള ആളുകൾക്കൊക്കെ പിന്നെ മിസലേനിയസ് എന്ന നിലയിൽ കുറെ പൈസ അങ്ങനെയും ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒന്നും കണക്ക് കണ്ടെത്തി കഴിഞ്ഞപ്പോ ഇത് ശരിയാണ് എന്ന് ഇതിന്റെ പിന്നെ അക്കൗണ്ടന്റ് ആയിരുന്ന വാസുദേവനും അതേപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറിയും മാനേജരുമായിരുന്ന പി സുരേഷ് കുമാറും ഇതിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ കെ സുരേഷ് കുമാറും ശശിധരൻ കർത്തയും സമ്മതിച്ചിട്ടുണ്ട്. ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപാകെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷണർമാര് മുൻപാകെ ആര് സമ്മതിച്ചിട്ടുണ്ട്? ഇവര് സമ്മതിച്ചിട്ടുണ്ട്, ഇതിന്റെ ഉടമകൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വസ്തുതയാണ്, ഈ സത്യമാണ്. അപ്പൊ ഇത് ഇവർക്ക് എന്തിനു കൊടുത്തു എന്നുള്ളത് 10ാമത്തെ പേജിൽ പറയുന്നു. 10ാമത്തെ പേജിൽ പറയുന്നത് 10ാമത്തെ പേജിൽ 5ാം നമ്പർ ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയുന്നുണ്ട്, ദിസ് ഇൻ ടേൺ ഈസ് ഹാവിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. അതെ, പാരിസ്ഥിതികമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങൾ നിമിത്തം ജനങ്ങൾ ക്ഷുഭിതരാകും. അങ്ങനെ ജനങ്ങൾ ക്ഷുഭിതരായാൽ, നാട്ടുകാർ ക്ഷുഭിതരായാൽ അവരെ അടക്കി നിർത്താൻ ആർക്ക് കഴിയില്ല? ഞങ്ങൾക്ക്, കമ്പനിക്ക് കഴിയില്ല. അത് അടക്കി നിർത്താൻ കഴിയുന്നത് ആരാണ്? ട്രേഡ് യൂണിയൻ നേതാക്കളാണ്. അടക്കി നിർത്താൻ കഴിയുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്. ആ രാഷ്ട്രീയ നേതാക്കൾക്കും ക്ഷേത്രങ്ങൾക്കും ആളുകൾക്കൊക്കെ പത്രമാധ്യമങ്ങൾക്കും ഒക്കെ ഈ വാർത്തകൾ പുറത്തുവിടാതിരിക്കാൻ പത്രമാധ്യമങ്ങൾക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ വാർത്തകൾ മുക്കി വെച്ചിട്ടിരിക്കുക. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന സമരവും ലോകം മുഴുവൻ എത്തി. പക്ഷേ നമ്മുടെ കേരളത്തിലെ സുമൈറ അബ്ദുലാരി 6 or 7 ലേഖനങ്ങൾ എഴുതി. ഫോർബ്സ് ഇന്ത്യ മാഗസിൻ അവർ ലേഖനം എഴുതി. പിന്നെ പല ആളുകളും ഈ വിഷയത്തിൽ വന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ട് പോയി. വലിയ ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? വലിയ പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന്. അല്ലെ, ഈ തോട്ടപ്പള്ളി സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു സാർ. തോട്ടപ്പള്ളി സമരം, തോട്ടപ്പള്ളിയുടെ തീരം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അവിടെ ഇന്നിപ്പോ ഒരു പൊങ്ങുവെള്ളം പോലും കയറ്റി വെക്കാൻ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യലഭ്യത വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോ ജീവിതം തന്നെ അവിടെ ആളുകൾക്ക് വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ അളവിൽ 600ഓളം വീടുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ തീരെ ഇല്ലാതായതോടുകൂടി. കടൽഭിത്തിയൊക്കെ തകർന്നു പോയിരിക്കും. ഇത് 2002 നടത്തിയ ഒരു പഠനത്തിൽ തന്നെ ഈ തോട്ടപ്പള്ളിയിൽ ഖനനം നടത്തിയാൽ ഇതൊരു 6 ജില്ലകളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് പറയുന്നു. നമ്മുടെ ഈ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ TS കനാലിനും അറബിക്കടലിനും ഇടയിലുള്ള ഒരു നാട് പോലെയുള്ള
ഒരു സ്ഥലമാണല്ലോ. അവിടെ നമ്മൾ ഖനനം നടത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ നാട പോലെ കിടക്കുന്നതായിട്ടുള്ള കഷ്ണമില്ലാതാവും. അതില്ലാതായി കഴിഞ്ഞാൽ കടൽ നേരെ ഇപ്പുറത്തേക്ക് കടപ്പുറയിൽ ചെല്ലും, അങ്ങനെടുത്ത് ചിറയിൽ ചെല്ലും. പണ്ട് കടലുണ്ടായിരുന്ന സ്ഥലമാണ് അതൊക്കെ. ഈ പെരുന്നയിലൊക്കെ പണ്ട് കടലുണ്ടായിരുന്നു, കോട്ടയത്തൊക്കെ കടലുണ്ടായിരുന്നു, കടുത്തുരുത്തി പണ്ട് കടൽ തുരുത്തായിരുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് വീണ്ടും കടൽ കടന്നു ചെല്ലും എന്നാണ് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല, കുട്ടനാടിന്റെ നെൽകൃഷി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് നശിച്ചു പോകും. എന്നുവെച്ചാൽ കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയെ സമ്പൂർണ്ണമായി തറക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കരിമണ്ണ ഖനനം. അത് ഈ നിങ്ങളിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടപ്പള്ളിയിൽ ആണ് ഏറ്റവും രൂക്ഷമായിട്ട് അത് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശശിധരൻ കർത്ത തന്നെയാണ്. കാരണം ഇതിനുവേണ്ടി സമ്മർദ്ദം കൂടുതൽ നടത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇത് വാങ്ങാനായിട്ട് ലൈസൻസ് ഇല്ല. പക്ഷെ അദ്ദേഹം ഇത് ഒരു ശശിധരൻ കർത്തയുടെ മാത്രം വിഷയമല്ല. അതെ, നമ്മൾ ശശിധരൻ കർത്ത അല്ലെങ്കിൽ വേറൊരാൾ. ഇപ്പൊ വൈകുണ്ഠരാജൻ അവിടെ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. വി മിനറൽസ് അവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചാണല്ലോ. 2001 ഖനനാനുമതി നൽകുമ്പോൾ ഈ വി മിനറൽസ് അവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചിരുന്നു. വൈകുണ്ഠരാജന്റെ കമ്പനി. അവര് തമിഴ്നാട്ടുകാരാണ്. ശശിധരൻ കർത്ത വൺ ഓഫ് ദ പ്ലെയർ, ഡോമിനന്റ് പ്ലെയർ. അതെ, പല പ്ലെയേഴ്സും ഉണ്ട്. ശശിധരൻ കർത്തയിലേ വേറൊരു കർത്ത ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പരിസ്ഥിതിയും നമ്മുടെ ആവാസ വ്യവസ്ഥയും തകർക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് നമ്മൾ അതിനെതിരെ നിൽക്കുന്നു. കേരളത്തിന്റെ തീരം ഒരു കാരണവശാലും ഖനനത്തിന് പറ്റിയതേ അല്ല. ഈ തീരത്തിന്റെ ഇതിന്റെ ഒരു ഡൈനമിക്സ്, ഈ കോസ്റ്റൽ ഡൈനമിക്സ്, അതിന്റെ ആയവും വ്യയവും, ബഡ്ജറ്റ് എന്ന് പറയും, കോസ്റ്റൽ ബഡ്ജറ്റ് എന്ന് പറയും. ഈ കോസ്റ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഭയങ്കര പ്രത്യേകതയുള്ള ഒന്നാണ് കേരളത്തിന്റെ കോസ്റ്റൽ ബഡ്ജറ്റ്. അത് എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത്രയും ഫ്രജൈലാണ്. ഒരിടത്ത് തൊട്ടാൽ വേറൊരിടത്ത് അറിയും. കാരണം വളരെ നേർത്ത ഒരു തീരവരമ്പാണിത്. വളരെ വീതി കുറഞ്ഞ ഒരു തീരദേശമാണ് നമുക്കുള്ളത്. ഈ തീരദേശത്ത് ഇവിടുത്തെ ഈ തീരദേശത്തിന്റെ രൂപീകരണം, കോസ്റ്റൽ ഫോർമേഷനിൽ, അതേപോലെ തന്നെ തീരഘടനയിൽ, കോസ്റ്റൽ മോർഫോളജി എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇത് തൊടാൻ പറ്റത്തില്ല, നമ്മുടെ തീരത്ത് തൊടാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നതിന് സഹായം നൽകലാണ് കർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും അദ്ദേഹം പണം നൽകി അവരോട് ഇതേപോലെയുള്ള പരിസ്ഥിതി പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഖനനവിരുദ്ധ സമരങ്ങൾ തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതാണ് യഥാർത്ഥം സംഭവിച്ചത്. അവരത് തുറന്ന് സമ്മതിക്കുന്നുണ്ടോ? അത് ശരിയാണ്. അവര് അഞ്ചാമത്തെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 5ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവ് എന്ന നിലയിൽ ഇത് പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. അല്ല, നമുക്കിപ്പോ ഇവിടെ ഈ വലിയ ചർച്ചകളെല്ലാം നടക്കുമ്പോഴൊന്നും ഈ വിഷയം വരുന്നില്ലല്ലോ. ഈ വിഷയം വരുന്നില്ല, പുറത്തോട്ട് സംബന്ധിക്കുന്ന വിഷയം ഇല്ല. അതിന് പകരമായിട്ട് ആകെയുള്ള വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്യാതെ പണം വാങ്ങിയെന്നുള്ള വിഷയം മാത്രമാണ് ചർച്ചയിൽ വരുന്നത്. അതേപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ വാങ്ങിയ പണത്തിന്റെ കാര്യത്തിലൊന്നും വലിയ ചർച്ചയില്ല. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വാങ്ങിയ പണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് ചർച്ച ചെയ്താൽ എല്ലാ നേതാക്കന്മാരും വാങ്ങി ചർച്ച എല്ലാ വിഷയങ്ങളും വരില്ലേ അല്ലേ. ഉമ്മൻചാണ്ടി വാങ്ങിച്ചത് വരും അല്ലേ. അത് അപ്പൊ എല്ലാ രാഷ്ട്രീയ നേതാക്കളും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത്. എല്ലാവരോടൊരു സർവകക്ഷി സമവായം ഉണ്ടായി, അവര് അതിൻ്റെ അകത്തൊരു സർവകക്ഷി സമവായമുണ്ട് പോകും എന്നുള്ളതാണ്. അതാണ്. പക്ഷെ യഥാർത്ഥ വിഷയം കിടക്കുന്നത് ഈ പ്രദേശത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം, കുട്ടനാടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം. കുട്ടനാട് ലോകത്തിലെ 2ാമത്തെ സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന പ്രദേശം. നെതർലൻഡ് കഴിഞ്ഞാൽ 2ാമത്തെ സബ്മർജ്ഡ് ഫാംലാൻഡ് ആണ് ഏത്? കുട്ടനാട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം 3 മീറ്റർ വരെ സമുദ്രനിരപ്പിന് താഴെയാണ് ഇത് കിടക്കുന്നത്. അതുപോലെ തന്നെ റംസാർ സൈറ്റ്, സെക്കൻഡ് ലാർജസ്റ്റ് റംസാർ സൈറ്റ് ഓഫ് ഇന്ത്യ. ആദ്യത്തെ റംസാർ സൈറ്റ് സുന്ദർബാൻ ഏരിയയാണ്.
കൽക്കത്ത, ബംഗാളിലെ സുന്ദർബാൻ ഏരിയ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട് കായലാണ്. ഈ വേമ്പനാട് കായലിന്റെ ഭാഗമാണ് ഈ കുട്ടനാട്. ഈ വേമ്പനാട് കായലിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് അക്വഫറുകൾ എന്ന് പറയുന്ന സംഗതി, ശുദ്ധജല സ്രോതസ്, വൻതോതിലുള്ള ശുദ്ധജല സ്രോതസ്സുകളാണ് ഈ പ്രദേശത്തുള്ളത്. ഈ ഞങ്ങളുടെയൊക്കെ കടപ്പുറത്ത് ഒരു 6 അടി കുഴിച്ചാൽ പോലും കായലിൽ ഉപ്പുവെള്ളമാണ്, കടലിൽ ഉപ്പുവെള്ളമാണ്. പക്ഷെ ഇടയ്ക്കുള്ള മണ്ണില് ഒരു 6 അടി കുഴിച്ചാൽ നല്ല വെള്ളം, ശുദ്ധജലം കിട്ടും, നല്ല വെള്ളം. അതുകൊണ്ടാണ് ആ ശുദ്ധജല സ്രോതസ് അവിടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുന്നത്. അല്ല, അത് ഉറപ്പൊക്കെ അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ തെർമൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെ അതേപോലുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ റിസർവുകൾ എന്തുമാത്രം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇതൊന്നും ഇത്ര വലിയ രഹസ്യമൊന്നുമല്ലല്ലോ. സീസ്മിക് ആയിട്ടുള്ള ഗേജുകളൊക്കെ ഉപയോഗിച്ച് ഇവിടെ നമ്മളിപ്പോ ഈ തോട്ടപ്പള്ളി പോലെ കേരളത്തിന്റെ ഈ ബെൽറ്റായി കിടക്കുന്ന കോസ്റ്റൽ ബെൽറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സുന്ദർബൻ ബംഗാൾ, പക്ഷെ അവിടെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് നേരിടുന്നുണ്ട്. അത് നേരിടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? കാരണം ഇതേപോലെയുള്ളൊരു ഘന സാധ്യത അവിടെ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ സുന്ദർബൻ എന്താണ് തടം കാര്യമായിട്ട് അവിടെ വൻതോതിലുള്ള കണ്ടൽ വനങ്ങളുണ്ട്. അതുകൊണ്ട് അവർ കുറേ കൂടി സുരക്ഷിതമാണ് യഥാർത്ഥത്തിൽ. ഇവിടെ പക്ഷെ ഇങ്ങനെയാണ്. മാത്രമല്ല ഇതിൻ്റെ കുഴപ്പങ്ങളെല്ലാനും രൂക്ഷമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സമരം മൂലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം. ആ സമരവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള ഒരു കാര്യം 2001-2004 കാലയളവിൽ തോട്ടപ്പള്ളിയിൽ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ മേഖലയിൽ നടന്ന ഒരു സമരമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സമരമുണ്ട്. സാർ ഓർക്കുന്നുണ്ടാവും. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ആഹ്വാനപ്രകാരം നമ്മളവിടെ ഒരു കൺവെൻഷൻ വിളിച്ചു. അദ്ദേഹം അതിനകത്ത് നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ശബ്ദരൂപത്തിൽ അദ്ദേഹം ആ മീറ്റിങ്ങിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ മരിച്ചുപോയ ഡോക്ടർ V വേണുഗോപാൽ, പിന്നെ നമ്മുടെ CR നീലേണ്ട സാറ്, പിന്നെ ഡോക്ടർ NA കരീം സാറിനെ പോലുള്ള ആളുകൾ, പിന്നെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മുടെ രാജൻ ഗുരുക്കൾ സാറ് വളരെ വലിയ പിന്നെ കോൺട്രിബ്യൂഷനാണ് ആ സമരത്തിൽ നൽകിയത്. അപ്പൊ അതേപോലെ അവിടെ ഭയങ്കരമായ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. 64ഓളം ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. ആ ജനകീയ കമ്മിറ്റികളാണ് സമരം തുടങ്ങി വെക്കുന്നത്. അത് പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും DYFIയും സമരം ഉപേക്ഷിച്ചു. സമരത്തിലുണ്ടായിരുന്നാണ് അവർക്ക് തല്ലുകൊണ്ടു. DYFIക്കാർക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർക്കും പല്ലനയിൽ വെച്ച് പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ തല്ലു. അവസാനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ സമരം താത്തുവെച്ചു. അവരവരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ മുഴുവൻ എന്നെ ഏൽപ്പിച്ചു. അതിലെ ഒരു നേതാവ് അതിൻ്റെ മുഴുവൻ ഫോട്ടോ കോപ്പി ഒരു സെറ്റ് എടുത്ത് എൻ്റെ കൊടുത്തു. ഇത് ഇനി എൻ്റെ കയ്യിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷി നിരക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ അർഹമായൊരു കയ്യിൽ ഏൽപ്പിക്കുകയാണെന്ന് എന്നെ കൊണ്ട്. പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത്, വിദേശത്തുള്ള ഒരു സുഹൃത്ത്, അന്ന് ഇതേപോലത്തെ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നുമില്ല, ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അദ്ദേഹം അന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഈ രേഖകളൊക്കെ എടുക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഖനനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എനിക്ക് എത്തിക്കുകയും ചെയ്തു. അത് വെച്ചുകൊണ്ടാണ് പിന്നീട് നമ്മൾ പഠിക്കുകയും അത് കേരളത്തിൻ്റെ തീരത്ത് എങ്ങനെ പ്രവർത്തനം വരും എന്നുള്ളത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. പലപ്പോഴും ഒരു ഇൻഡ്യൂഷൻ പോലെ നമുക്ക് തോന്നിയ ചില കാര്യങ്ങൾ അതൊക്കെ പിന്നീട് 2002 SK ജയദേവൻ എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റ് അത് പഠിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. LK ശേഖർ, SK ജയദേവ് എന്നീ 2 പേര് ചേർന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കോടതി ഇടപെട്ട് അത് നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് ശരിക്കും.
അല്ല, നിർത്തിവെച്ചിരിക്കല്ല. കോടതി അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടില്ല, പക്ഷെ പഠനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഉം. പഠനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വെക്കാൻ പറഞ്ഞു. ഉം. കമ്മിറ്റിയിൽ കളക്ടർ ചെയർമാൻ ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കളക്ടർ അല്ല ചെയർമാനായിരിക്കും, മറിച്ച് വർഷങ്ങളായി അവിടുന്ന് കരിമണല് എടുത്ത് മാറ്റാനായിട്ട് ഉത്തരവ് നൽകിക്കൊണ്ട് അതിന്റെ ഗുണഭോക്താക്കളായിരിക്കുന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥരാണ് അതിന്റെ തലപ്പത്തിൽ പെട്ടിരിക്കുന്നത്. അപ്പോ കോടതി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ചെയർമാനാക്കി വെച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ കോടതിയെ സമീപിച്ചു. നമ്മൾ കോടതിയിൽ വീണ്ടും പോകാൻ പോവാണ്. കോടതിയെ ലക്ഷ്യമാണല്ലോ. കോടതി ഉത്തരവിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരോട് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചു എന്ത് കാര്യത്തിലാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പരമാവധി വൈകിച്ചിട്ടാണ് തന്നത്. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ കോസ്റ്റൽ റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് അതിനകത്ത് അംഗമായിരിക്കണമെന്നുണ്ട്. അതിന് പകരം ടൗൺ പ്ലാനറെയാണ് വെച്ചിരിക്കുന്നത്. ടൗൺ പ്ലാനറിന് പകരം അസിസ്റ്റന്റ് ടൗൺ പ്ലാനറെയാണ് മീറ്റിങ്ങിന് വിടുക. അത് മനസ്സിലായി. ഇതെല്ലാം തന്നെ സൗകര്യപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ല, അപ്പൊ കോടതി അലക്ഷ്യമാണ്. കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടെങ്കിൽ അത് കോടതി അലക്ഷ്യമാണ്. തീർച്ചയായിട്ടും കോടതിയിൽ പോവുകയും അടിയന്തരമായിട്ട് അക്കാര്യത്തിൽ ഈ സമരസമിതി ഇടപെടുകയും ചെയ്യുന്നു. പിയേഴ്സൺ സാറേ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ പൊഴി തുറന്നു കിടക്കുക. കഴിഞ്ഞ 5 വർഷം നടത്തിയ അതിതീവ്രമായ ഖനനത്തെ തുടർന്ന് ഇപ്പൊ പൊഴി അടഞ്ഞിട്ടില്ല. എല്ലാ വർഷവും പൊഴി അടയണം. വേനൽക്കാലത്ത് പൊഴി അടയണം, അല്ലെങ്കിൽ വെള്ളം കയറും. വെള്ളം കായലിലേക്ക് കയറും. ഈ കായൽ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെയുള്ള കായലാണ്. കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്നതാണ്. ഉപ്പുവെള്ളം കയറിയാൽ കുട്ടനാട് ഇല്ലാതാവും. അപ്പൊ അതിന് പകരം ഒരു സാൻഡ് ബാരിയറാണ് എല്ലാ പൊഴികളിലും രൂപപ്പെടാറുണ്ട്. സാൻഡ് ബാരിയർ സാധാരണ രീതിയിൽ രൂപപ്പെടാറുണ്ട്, വേനൽക്കാലത്ത് രൂപപ്പെടാറുണ്ട്. ഈ സാൻഡ് ബാരിയർ മുറിച്ച് കായലിന്റെ ഭാഗത്ത് ജലനിരപ്പ് ഉയരുമ്പോൾ കടലിന്റെ ഭാഗത്ത് ജലനിരപ്പ് താഴ്ന്നിരിക്കുമ്പോൾ മുറിച്ച് വിടേണ്ടുന്നതാണ് പൊഴി മുറിക്കൽ. പൊഴി മുറിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി കായലിൽ വെള്ളപ്പൊക്കം ഉണ്ട്, അതായത് കായലിൽ നിന്ന് വെള്ളം കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ പൊഴിമുറിക്കൽ നടത്താൻ പാടുള്ളൂ. പാടും. അപ്പൊ ഇനിയിപ്പോ ഈ കായലിൽ വെള്ളം പൊങ്ങിയെന്നിരിക്കട്ടെ, കടലിൽ വെള്ളം പൊങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൊഴിമുറിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് സമയക്കുറവുള്ളതിന്റെ പേരിൽ വിശദമായ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ നിലവിലുള്ള വിവാദങ്ങൾ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ അന്വേഷണം, സമഗ്രമായൊരു അന്വേഷണം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടു. സമഗ്രമായൊരു അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുമാണ്. എൻ്റെ വീണാ വിജയനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥം. വീണാ വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ ഉണ്ടല്ലോ. ഈ 9ാമത്തെ പേജിൽ പിണറായി വിജയന്റെ പേരുണ്ടല്ലോ. അതെ. ഈ 9ാമത്തെ പേജിൽ പിണറായി വിജയന്റെ മുഴുവൻ പേരുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ മുഴുവൻ പേരുണ്ട്, എ ഗോവിന്ദന്റെ മുഴുവൻ പേരുമുണ്ട്, AGയുടെ മുഴുവൻ പേരുണ്ട്, ഇബ്രാഹിം കുഞ്ഞിന്റെ മുഴുവൻ പേരുണ്ട്, രമേശ് ചെന്നിത്തലയുടെ മുഴുവൻ പേരുണ്ട്. ഇതിനെന്താ കുഴപ്പം? അല്ലെ, എല്ലാവരുടെയും പേരുണ്ട്. അല്ലാതെ ഇത് ഏതാനും ചില ആളുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ശരിയാണ്. ഞാൻ പറയണത് അതിൽ വരുന്ന പേരുകാരെല്ലാവരെയും, ഇതിൽ വരുന്ന പേരുകൾ വേറെയും പേരുകളുണ്ട്. ശരിയാണ്. അതായത് നമ്മള് ഈ കാണുന്ന പേരുകളല്ല, അതുകൂടാതെ ഒരുപാട് പേരുകൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനും. അല്ല, ഇവര് സീസ് ചെയ്ത ഈ ഇൻകം ടാക്സുകാർ സീസ് ചെയ്തതിൽ തന്നെ മറ്റുള്ളവരുടെ പേരുകളുണ്ട്. അവരൊരു സാമ്പിളിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് 4-5 പേരുകൾ. അത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ നമ്മള് ആ ഡയറിയിലെ പല പേജുകളും സ്പ്രെഡ് ഔട്ട് ആണ് ശരിക്കും. അത് മിക്കവാറും തന്നെ വരുന്നുണ്ട്. അപ്പൊ വിശദമായിട്ട് വളരെ സമഗ്രമായി ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഏതായാലും സമരസമിതി ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് നമ്മൾ നേരത്തെ തൊട്ടേ ആവശ്യപ്പെടുന്ന. ഇപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട സമയം. ഈ കേസിന് ഇവരിപ്പോ ജസ്റ്റിസ് നാഗപ്രസന്റ് കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് നാഗപ്രസന്റിന്റെ
കോടതി ചെന്നിട്ട് പറഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല. ജസ്റ്റിസ് നാഗപ്രസന്ന പറഞ്ഞു വൈ നോട്ട്. പുള്ളി പിന്നെ വീണ വിജയൻ കൊടുത്ത കേസ് തള്ളുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെയും പറയുന്നത് SFI അന്വേഷണം പാടില്ലെന്നാണ് പറയുന്നത്. എല്ലാ അന്വേഷണവും നടക്കട്ടെ. നിങ്ങൾ കുറ്റവാളികൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വരും, കുറ്റവാളികളാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഇതിന് അന്തർദേശീയ മാനങ്ങളുണ്ട്. ഈ ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവ് ഏറെക്കാലം ദുബായിലായി. ദുബായ് ഓപ്പറേഷൻസ്, ഇന്റർനാഷണൽ ഓപ്പറേഷൻസിന്റെയൊക്കെ കേന്ദ്രം ദുബായ്. ഇതെല്ലാം അന്വേഷിക്കണം എന്നാണ് നമ്മളുടെ ഒരു ആവശ്യം. ദുബായ് ആണ്. അപ്പൊ ഇവിടെ ഈ ആളുകളൊക്കെ ദുബായില്, ഈ അമേരിക്ക പോയിട്ട് തിരിച്ചു വരുമ്പോ ദുബായില്, യൂറോപ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ദുബായില്, അങ്ങോട്ട് പോകുമ്പോ ദുബായില്. എന്തിനാണ് ഇവര് ദുബായ് ഇവരുടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആകുന്നത്? ദുബായ് എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ സ്ഥലം. രസകരമായ സ്ഥലം മാത്രമല്ല, ഇവരുടെ ഇടപാടുകളൊക്കെ നടത്താൻ പറ്റിയ ഇടം. അതെ, അതായത് ഈ ഇന്ത്യയിൽ കേരളത്തിലുള്ള എല്ലാ നേതാക്കളുടെയും മക്കളൊക്കെ ദുബായിലാണെന്നുള്ള സാറിന് അറിയാൻ പാടില്ലേ? ബഹുഭൂരിപക്ഷം പേര് അവരുടെ ബിസിനസ് സാമ്രാജ്യം അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പലയിടങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ അങ്ങോട്ട് പോവും, മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പോവുകയും ഈ ബിസിനസ്സുകളെ കുറിച്ചുള്ള രഹസ്യം ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവാസികളായ മലയാളികൾക്ക് പലർക്കും ഇത് അറിയാം. അങ്ങനെയാണ് ഈ നമ്മൾ ക്യൂബ മുകുന്ദൻ സിനിമയൊക്കെ നമ്മൾ കാണുന്നത്. അതിനകത്തുള്ള ഭാവനകൾ വികസിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഇപ്പോ വീണ വിജയന്റെ മെന്ററായിട്ട് വന്നതെന്ന് പറയുന്നത് ജയ്ക്ക് ബാലകുമാർ കഴിഞ്ഞ 20 വർഷമായിട്ട് ഷിക്കാഗോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ബിസിനസ് മാഗ്നറ്റാണ്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഒക്കെ മേധാവിയാണ് അദ്ദേഹമായിരുന്നു എക്സാലോജിക്കിന്റെ മെന്റർ. ഇത്തരം കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം വളരെ ഗൗരവമായി ഇന്റർപോളിന്റെ സഹായം കൂടി തേടിക്കൊണ്ട് അന്വേഷണം നടത്തേണ്ടുന്ന കേസാണ്. നമ്മുടെ പിന്നെ ഒരു കൃത്യമായൊരു ജനജാഗ്രതയോടുകൂടി CBI പോലെയുള്ള അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിപ്പിക്കണം. ജനജാഗ്രത വേണം. കാരണം ഇവർ പ്രഭാത വിരുന്ന് നടത്താൻ പോകില്ല. ഇഡലി കിട്ടാഞ്ഞിട്ടല്ലല്ലോ അവിടെ ഇഡലി വിളമ്പാൻ പോയത്. നിയമമന്ത്രിക്ക് പ്രഭാത വിരുന്ന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വീടുകളിൽ പോയി സന്ദർശിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലേ? സംശയിക്കണ്ടേ? സമഗ്രമായ. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇതുകൂടിയുണ്ട്. ഈ മിനറൽ കോറിഡോറുകൾ ഇന്ത്യയുടെ തീരം തകർക്കുന്ന പരിപാടിയാണ്. ഒറീസ മുതൽ കേരളം വരെയുള്ള തീരത്ത് 4 മിനറൽ കോറിഡോറുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കും. ഈ മിനറൽ കോറിഡോർ വിഴിഞ്ഞം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലത്ത് തീരത്ത് സ്ഥാപിക്കാൻ പോകുന്ന കേരളത്തിന്റെ മിനറൽ കോറിഡോർ ഈ പ്രദേശത്തിന്റെ തീരം തകർക്കും. അതേപോലെ തന്നെ കന്യാകുമാരി ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, തൂത്തുക്കുടി വരെയുള്ള പ്രദേശത്ത് സ്ഥാപിക്കാൻ പോകുന്ന തമിഴ്നാട്ടിലെ മിനറൽ കോറിഡോർ തമിഴ്നാടിന്റെ തീരത്തെയും തകർക്കും. അതായത് ചുരുക്കത്തിൽ 4 മിനറൽ കോഡുകളും ഇന്ത്യയുടെ തീരങ്ങളെ നശിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സമരസമിതിയുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മിനറൽ കോഡുകൾ വേണ്ട എന്ന് തന്നെയാണല്ലേ? തീർച്ചയായും. ഭദ്രൻ സാറേ, ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്കുണ്ട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗൗരവമുള്ള വിഷയം റേഡിയേഷൻ്റെ പ്രശ്നമാണ്. ഇപ്പം റേഡിയേഷൻ അതിനകത്ത് ഉണ്ടാകുന്നതിന് ഉള്ള കാരണം, ഇപ്പം നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ അതിനകത്തുണ്ടോ? തോറിയ ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ്. യുറേനിയം അതിനകത്തുണ്ട്. ഇത് രണ്ടും ഈ പൊളോണിയം എന്ന് പറയുന്ന പദാർത്ഥമുണ്ട്. പൊളോണിയം ഉണ്ട്, തോറിയുണ്ട്, ലെഡ് 240 എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ലെഡിന്റെ ഒരു ഐസോട്ടോപ്പാണ് അത്. ഇതെല്ലാം റേഡിയേഷൻ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഈ റെയർ എർത്തുകൾ,
അപൂർവ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ അനുവാദം വേണമെന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായി. 1957 ഖനന നിയമത്തിലെ വ്യവസ്ഥയാണ്. അപ്പോ അതനുസരിച്ച് പിന്നെ ഈ ചവറയിൽ നിന്ന് ഖനനം നടത്തുന്നതിന് ആണവോർജ വകുപ്പിന്റെ അനുവാദം ഉണ്ട്. ഒരു റേഡിയോ സേഫ്റ്റി ഓഫീസർ, റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറും അവിടെ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടുന്ന ഉപകരണങ്ങൾ അവിടെ ആവശ്യമുണ്ട്. ഇതൊക്കെ വ്യവസ്ഥകളാണ്. അപ്പൊ ഈ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഇവിടെ ഖനനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചവറ തീരത്തുള്ള ഖനനം റേഡിയേഷൻ വളരെ കൂടുതലാണെന്നുള്ളത് ഈ VT പത്മനാഭൻ സാറിനെ പോലുള്ള ആളുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ പിന്നെ ഈ ജൈവ ശൃംഖലയിലെ ഏറ്റവും താഴെത്തട്ടിൽപ്പെട്ട സസ്യ ജന്തുജാലങ്ങൾ മുതൽ വളരെ മുകളിൽ വരെയുള്ള ജീവജാലങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കും, റേഡിയേഷൻ ഉണ്ടാക്കും, ത്വഗ്രോഗങ്ങൾ ഉണ്ടാക്കും, മ്യൂട്ടേഷൻ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് ഇതിനോടകം തന്നെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ തോട്ടപ്പള്ളിയിൽ ഖനനം വൻതോതിലുള്ള റേഡിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇത് അടിയന്തരമായി നിർത്തിവെക്കേണ്ട ഒരു സാധനമാണ്. ശരി, അതെ. അപ്പം ഇത് പരിശോധിക്കപ്പെടണം. ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇത് പരിശോധിക്കുന്നില്ല. അതായത് സമരസമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഒരു പരാതി കൊണ്ട് കൊടുത്തു. ഇത് അടിയന്തരമായി ഇന്നതുപോലെ ക്യാൻസർ പേഷ്യന്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് പരിശോധിക്കണം, അതിനൊരു ക്യാമ്പ് വെക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം അവർ സമ്മതിച്ച, പിന്നീട് അവരത് ഇവിടെ ആളുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വേണ്ടത്ര ഡോക്ടർമാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതും പരിശോധിക്കപ്പെടേണ്ടുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി. പരിശോധിക്കണം.